മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയൊക്കെയാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്ലോയുടെ കല്യാണത്തിന് വേണ്ടിയാണെന്നല്ലേ കൂടിയത്. വീണ്ടും ഗ്ലോയുടെ പരിപാടിക്ക് വേണ്ടിയാണ്. ഗ്ലോയുടെ വളകാപ്പ് പ്ലസ് ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറിയാണ്. ചെറിയ പരിപാടിയായിട്ട് നടത്താനായിട്ട് വളകാപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? എന്ത് വളകാപ്പ്? ആക്ച്വലി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറമണി നടത്താറില്ലേ. ഇപ്പൊ അങ്ങനെ ഇത് ജസ്റ്റ് ഒരു ആശീർവദിച്ച് വിടുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. അതിപ്പോ എല്ലാവർക്കും നടത്താം. അതുകൊണ്ട് ഗ്ലോയുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മള് ഗ്ലോയൊക്കെ നടത്തുന്നത്. ഇതെന്ന് പറഞ്ഞാല് നമ്മള് കുട്ടീനെ അതുപോലെ തന്നെ അമ്മേനെ വരാനിരിക്കുന്ന കുട്ടീനെ ഒന്ന് ആശീർവദിച്ച് വിടുക, അവർക്കൊരു സന്തോഷം കൊടുക്കുക, ലൈക്ക് അത്രേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി വളകൾ ഇടുന്ന എന്തിനാന്ന് വെച്ചാല് ഇടുമ്പോ ഈ ബാംഗിൾസിന്റെ സൗണ്ട് കുട്ടിക്കൊരു പ്ലസന്റ് ഫീല് കൊടുക്കും, ഒരു പോസിറ്റീവ് എനർജി ആണെന്നൊക്കെയാണ് ഒരു വിശ്വാസം. സോ ആ ഒരു പരിപാടി പിന്നെ അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എല്ലാവർക്കും ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെക്കൻഡ് പിന്നെ നമ്മള് ഓക്കെ കുഴപ്പമില്ലാതെ ഇടും. പക്ഷെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എപ്പോഴും ആർക്കാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഒരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇത് വളകാപ്പ് തുടങ്ങുമ്പോൾ ഇവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ 1 year ഓഫ് ജേർണി, എക്സ്പെക്ടേഷൻ വൈസ് റിയാലിറ്റി. ആദ്യം നമുക്ക് ഗ്ലോനോട് എക്സ്പെക്ടേഷൻ വൈസ് റിയാലിറ്റി എന്താണ്? റിയാലിറ്റി പ്രേമിച്ചെടുത്തപ്പെട്ട ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്. അത് വേറെ എനിവേ എന്തായാലും ഹാപ്പി ആണെന്നറിയാം. ഫസ്റ്റ് നമുക്കെന്നാ വളകാപ്പ് ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ തൂങ്ങിക്കിടക്കണം. അതാ കട്ടയിലൊക്കെ ചെറിയത് കണ്ടില്ലേ?
இதழில் நீரெனும் தீர்த்தத்தான் அதில் திருத்தங்கள் நீ செய்தாய் இந்த நிமிடம் நீயும் வளர்ந்து என்னை தாங்க ஏங்கினே அடுத்த கணமே குழந்தையாக என்றும் இருக்க வேண்டினே தோளில் ஆடும் சேலையே தொட்டில் தான் பாதி வேளையே பல நூறு மொழிகளில் பேசும் முதல் மேதை நீ இசையாக பல பல ஓசை ராவணன் ஈடில்லா இணை தள்ளும் குழி கண்ணத்தில் என் ஸ்வர்க்கத்தை நான் கண்டேன் கண்டேன் என கிள்ளும் விரல் மெத்தைக்குள் என் மொத்தத்தை நான் தந்தேன் கண்டேன் என்னை விட்டு 2-8 தள்ளி ശവങ്ങളെ കൊണ്ടുപോകും എന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ ഇട്ടേക്കാം എന്നെ ടാക്കിയതായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് മർമ്മം നീ ഞാൻ കൊള്ളും ഗർവം നീ